ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ സ്വാഗതം. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത കുറെ ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത നമ്മുടെ ഇമ്പുരാന്റെ ടീസർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല, നമുക്ക് ആദ്യം ടീസർ കാണാം. ടീസർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇത് നമ്മൾ കണ്ടത് ഒരു മലയാള സിനിമേന്റെ ടീസറാണ്. എനിക്കൊരു കാര്യം ടീസറിൽ എടുത്തു പറയാനുള്ളത് വെച്ചാല്, ഈ ടീസർ രാജുവേട്ടൻ ഇറക്കിയത് ആ സിനിമയുടെ വലുപ്പം കാണിക്കാനാണ്. കാരണം ഞാൻ മലയാളത്തിൽ കണ്ട ഏറ്റവും നല്ല ട്രെയിലർ, ഞാൻ എന്റെ ലൈഫിൽ കണ്ട ഏറ്റവും നല്ല ട്രെയിലർ ആയിരുന്നു ലൂസിഫറിന്റെ ട്രെയിലർ. അതൊരു പ്രത്യേക ഒരു സംഭവം, കാരണം ഒരു ഇമോഷൻ, അത് ആ ട്രെയിലറിൽ അതിന്റെ എല്ലാ ഇമോഷനും അത് ആ ട്രെയിലർ കണ്ട പറഞ്ഞ സിനിമ കാണിക്കാനുള്ള ഒരു ഫീൽ തരുന്നതായിരുന്നു ആ സംഭവം. എന്നാൽ ഈ ടീസർ ഇനി ഇവരിന് ശേഷം ഒരു ട്രെയിലറായിട്ട് ഇറക്കുമോ എന്ന് ഡൗട്ടാണ് എനിക്ക്. കാരണം ഇറക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ടീസറിൽ ജസ്റ്റ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഭവമാണ് നമുക്ക് കാണിച്ചു തരാനുള്ള ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഈ ടീസർ കണ്ടു തോന്നുന്നത്. കാരണം ഇമോഷണലി കണക്ട് ചെയ്യുന്ന, അതായത് ലൂസിഫറിന്റെ ട്രെയിലർ വന്നപ്പോൾ കണക്ട് ചെയ്യുന്ന പോലെ സംഭവങ്ങളെല്ലാം ഇതിലുള്ളത്. ജസ്റ്റ് ഇതാണ് നിങ്ങൾ മാർച്ച് 27 കാണാൻ പോകുന്നത്. ഇത്ര വലിയ സിനിമയാണ് ഇതെന്ന് കാണിച്ചു തരാനുള്ള സംഭവങ്ങളാണ് ഇതിൽ. കാരണം എനിക്ക് പേഴ്സണലി ഗൂസ് ബം, അതായത് നമ്മൾ ആ ലൂസിഫറിന്റെ ടീച്ചർ നിങ്ങൾ ഓർമ്മിച്ചാൽ ഭയങ്കര ഗൂസ് ബം മൂമെന്റ്സ് ആ ടീച്ചർ തന്നെ ഉണ്ടായിരുന്നു. ഇതില് ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് മലയാള സിനിമയാണോ, ഇത് എന്താണ് ഇത് ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്? ഹോളിവുഡ് ലെവൽ, നമ്മൾ ഹോളിവുഡ് ലോഡിവുഡ് ലെവൽ എന്നൊക്കെ എപ്പോഴും കേൾക്കുന്ന പറഞ്ഞു തരുന്ന സംഭവമാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് ഹോളിവുഡ് ലെവലൊരു സാധനം രാജുവേട്ടം പടച്ചു വിട്ടിരിക്കുകയാണ്. കാരണം ഈ ടീസറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലി, അതായത് നമുക്ക് കൈയടിച്ച് രോമാഞ്ചം കൊള്ളിക്കുന്ന സീനുകൾ ഇല്ല സത്യത്തില്. മാത്രമല്ല ഡയലോഗ്സ് പോലും നിങ്ങൾക്ക് മനസ്സിലാവും, ഡയലോഗ്സ് പോലും നമ്മളെ ലൂസിഫറത്തെ ഡയലോഗ്സ് ആണ് ഒട്ടുമിക്ക തീരുള്ളത്. ലൂസിഫറിലുള്ള ഡയലോഗ്സ് ആണുള്ളത്. എമ്പുരാനിൽ എബ്രാം ഖുറേഷിന്റെ ഡയലോഗോ അല്ലെങ്കിൽ സ്റ്റീഫന്റെ ഒരു ഡയലോഗ് പോലും, എനിക്ക് തോന്നുന്നു ഒരു ആക്ടേഴ്സിന്റെ ഡയലോഗ് പോലും ആ ഇംഗ്ലീഷ് ആക്ടേഴ്സിന്റെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ ഓഡിയോയില് ലൂസിഫറിന് മാത്രമേ സംഭവങ്ങളുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഇതിന്റെ, അതായത് ഇതാണ് സാധനം മലയാളത്തിൽ. കാരണം ഞാൻ പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു അവസാനം അദ്ദേഹം പറയുമ്പോൾ ഒരു ഡയലോഗിൽ ആ ഒരു ഇത് ഞാൻ മുന്നേ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം, അതായത് നമ്മളും ചെയ്യും, ഒരു KGF സലാറൊക്കെ നമ്മളും ചെയ്യുന്നു പറഞ്ഞ്, അത് ഞാൻ ചെയ്യുന്നു പറഞ്ഞ്, അത് നമ്മൾ ആരാധകർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും വേണ്ടി
മലയാളത്തിൽ ഞങ്ങളൊരു സാധനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാർച്ച് 27 തിയേറ്ററിൽ പോയിട്ട് കാണാം. അതിന് വേണ്ടിയുള്ള ടീസറാണത്. എനിക്ക് ഈ ടീസർ കണ്ടിട്ട് ഇതാണ് പറയാനുള്ളത്. കാരണം നമുക്കറിയാം അവിടെ ആ ലൊക്കേഷൻസ് പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അതിന്റെ ആ ഫീൽ അതിൽ കാണാനുണ്ട്. ഈ വൈഡ് ആംഗിൾ ഷോട്ട്സ് ഒക്കെ എത്ര ഗംഭീരമാണ്. അതിന്റെ കൂടെ CGI വർക്ക്, പിന്നെ ലൂസിഫർ നമ്മൾ ഈ ബ്ലാസ്റ്റുകൾ പോലും റിയൽ ആയിട്ട് നടന്ന സംഭവമാണ്, റിയൽ ആയിട്ട് കാണിച്ചതാണ്. നമുക്കതില്ല. അപ്പൊ ഇതിലൊക്കെ എന്തിട്ട് ഇത് ഇപ്പം ജസ്റ്റ് ഒരു ടീസർ റിയാക്ഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് ഒരുപാട് ഇനി ഓരോ ഫ്രെയിമും പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കിയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണം അടുത്തതായിട്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച നമ്മൾ ആ വില്ലൻ, തിരിഞ്ഞു നിൽക്കുന്ന വില്ലൻ പോലും ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് വിശ്വാസം. ഓക്കെ, പക്ഷെ എന്നാൽ ഒന്നും കൂടി റിവിസിറ്റ് ചെയ്തിട്ട് ഉള്ള അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പൊ പറയാനൊന്നുമില്ല. അതായത് ആ സിനിമയുടെ വലിപ്പം, എമ്പുരാന്ന് പറഞ്ഞത് ഇന്ത്യത്തിന് ഏറ്റവും വലിയ സിനിമയായിട്ട് ലാജോട്ടൻ ഷൂട്ട് ചെയ്ത സാധനമാണെന്ന് നമ്മൾ കാണിച്ചു തന്നു. അത്രേ ഉള്ളൂ. അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ട്രെയിലർ ലോഞ്ച് ചെയ്തതിനു ശേഷം, ഇത് കണ്ടതിന് ശേഷം നമ്മൾ മമ്മൂക്ക പറഞ്ഞ ഒരൊറ്റ ഡയലോഗാണ്. നമസ്കാരം. രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ. നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.